മധുരം കുറവാണ്. കൈയിടരുത്. ജൂലൈ 4 അന്താരാഷ്ട്ര ചക്ക ദിനത്തോടനുബന്ധിച്ച് നമ്മളിവിടെ ചക്ക മഹോത്സവം സംഘടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ചക്ക മഹോത്സവം. പക്ഷേ നമ്മൾ അറിഞ്ഞിട്ടില്ല ദിവസമാണ് തോന്നുന്നു. നമ്മളൊരു ഡേറ്റ് വെച്ചു. ആ ഡേറ്റിന് നമ്മൾ പരിപാടി അവതരിപ്പിക്കാൻ ഇത് പറയുമ്പോഴാണ് അറിയുന്നത് അന്ന് ചക്ക ദിനം തന്നെയാണെന്നുള്ളത്. അപ്പം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ രീതിയിൽ നമ്മളൊരു ചക്ക മഹോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഭാഗത്ത് ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എന്താ പറയുക ചേട്ടത്തിമാരെ, കാരണം എനിക്ക് മുന്നേ ഉള്ള ആളുകളാണ് ഇവരെല്ലാവരും. ചക്കയെക്കുറിച്ച് കുറേ കൂടുതലൊക്കെ ഇവർക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, കുട്ടികളെ, ഇന്ന് അന്താരാഷ്ട്ര ചക്ക ദിനമാണ്. നമുക്കൊന്നും ഈ ദിനം അന്യമായിരിക്കും. നമുക്കൊന്നും അറിയില്ല നമുക്ക് അന്താരാഷ്ട്ര ചക്ക ദിനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദിനമുണ്ടോ? അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് ദിനങ്ങളുണ്ട്. നമുക്കെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് തുടങ്ങാം. ഇപ്പം ഒരു പ്രാവം ഒന്നുമില്ല, നല്ല പുതിയ നശിപ്പിച്ചു. പിന്നെ വേലിച്ചക്ക എന്ന് പറയുന്ന ഒരു ചക്കയുണ്ട്, മേടമാസം വിഷു സമയത്ത് കായ്ക്കുന്നത്. ആ ചക്ക ഞാൻ പലപ്പോഴും എപ്പോഴും നാട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വിഷ്കണി കണ്ട ചരിത്രമുണ്ട്. കണി കാണാൻ അന്നേരം ചക്കക്ക് വലിയ പ്രധാനമാണ്. ഒരു കഷ്ണം ചക്ക എന്നും പറഞ്ഞിട്ട് രണ്ടു പേർക്ക് സംസാരിച്ചോ. ഈ ധന്യമായ ചടങ്ങിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷ ശൈലജ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സൗജലേച്ചി, വേദിയിലിരിക്കുന്ന അമ്മമാരെ, പ്രിയമുള്ള സഹോദരൻ, ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞ കണക്കിന് ചക്ക ഒരു ചക്കയല്ല ഇപ്പോൾ ഇല്ല. ഇപ്പൊ പറഞ്ഞാൽ അത് വലിയൊരു പ്രസ്ഥാനം കാണിക്കാണ്. ഇപ്പം പറഞ്ഞ കണക്കിന് നമുക്കിപ്പോ ക്യാൻസറിനും എല്ലാത്തിനും നല്ലതൊരു പിന്നെ ഉപാധിയായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പിന്നെ ചക്ക കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം എല്ലാവർക്കും ദിവസം ചക്ക കഴിക്കാം. പിന്നെ പാലെടുത്തിട്ട് വരുവാ. പാല്
ആ തൂക്കാട് വെക്കണേ എടുത്തിട്ട്